കാർബൺ റേറ്റിംഗ് നടത്തുവോ? അതിന്റെ നേല് വെച്ചു നോക്കിക്കാളോ? അല്ല പരസ്യമായിട്ട് കത്തിച്ച് കത്തിപ്പോയാലോ? അവിടെ ബേജാറുണ്ട്. അതാ കാന്തപുരം ചോദിക്കുന്ന ചോദ്യം നോക്കി നിങ്ങൾ. പ്രസിദ്ധമായ ഒന്ന് കത്തിച്ചു നോക്കിയിട്ട് പരിശോധിക്കാം എന്ന് പറയുന്നതിന് തെളിവ് എവിടെ? അത് ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? ബുഖാരിന്റെ ഇബാറത്തിലുണ്ടോ? ഇത് തെളിയിക്കേണ്ടതാണ്. അത് തെളിയിക്കാത്ത കാലത്തോളം കിട്ടിപ്പോയി തെളിവ്, വ്യാജനാണെന്ന തെളിവ് കിട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമില്ല. തെളിവ് ഖുർആനിലേക്ക് പോയിട്ടാ മുമ്പര് ചോദിക്കുന്നത്, ഹദീസിലേക്ക് പോയിട്ടാ ചോദിക്കുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. വഹാബികളെ സഹായിക്കുവാൻ വേണ്ടി കുവൈത്ത് കരാർ എന്ന് പറയുന്ന കരാർ എഴുതി ഒപ്പിട്ടുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയഗതികളെ മുഴുവനും പണയം വെച്ചുകൊണ്ട് ഒന്നാമത്തെ കരാർ എന്താ എഴുതിയത്? 17 കരാറിൽ വുജൂബ് റദ്ദി തനാസുഇ ഇലല്ലാഹി വറസൂലി ഇദാ മാ തനാസഅനാ മസാഇലിൻ മിൻ മസാഇലിൽ അഖീദ. വിശ്വാസപരമായ ഒരു കാര്യത്തിൽ നമ്മൾക്ക് സംശയം ഉണ്ടാവുകയാണെങ്കിൽ നേരിട്ട് ഖുർആനിൽ ചെന്ന് പരിശോധിച്ചു നോക്കണം, നേരിട്ട് ഹദീസിൽ ചെന്നുകൊണ്ട് പരിശോധിച്ചു നോക്കണമെന്ന് പറഞ്ഞ് വഹാബികളും മൗദൂദികളും പുത്തൻവാദികളൊക്കെ ഏതൊരു ആശയഗതികയിലേക്കാണോ സമൂഹത്തെ കൊണ്ടുപോയിരുന്നത്, ആ സമൂഹത്തെ അതേ രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഖുർആനിലുണ്ടോ, സുന്നത്തിലുണ്ടോ, ഹദീസിലുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പോകുവാൻ തന്നെയാണ് ഇപ്പോഴും ഇദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് തിരുകേശ മഹത്ത വർത്തമാനമെന്ന ഹക്കീം സൈദി എഴുതിയ ഇഹ്യാ ഉസ്സുന്ന പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ചതായ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ തന്നെ അവതാരിക എഴുതിയിട്ടുള്ളത് സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. ആ പുസ്തകത്തിൽ തന്നെ വളരെ വ്യക്തമായി കൊണ്ട് മുടി കത്തിച്ചു നോക്കിയതായ സംഭവങ്ങൾ എടുത്തുദ്ധരിക്കുന്നുണ്ട്. അതിന്റെ 32ാമത്തെ പേജ് എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ കാണാം. മദീനയിലെ അമീറായിരുന്ന അറബി ഉദ്ധരണിയും മൂലവും അവിടെ ഉണ്ട്. സമയ ലഭ്യത കുറവ് മൂലം ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. മദീനയിലെ അമീറായിരുന്ന സയ്യിദ് ഹസനുൽ മലീഹ് റളിയല്ലാഹു അൻഹു ഡമസ്കസിലെ ഭരണാധികാരിയായിരുന്നു. ബഖ്ജൂറിനെ സന്ദർശിച്ചതായ അവസരത്തിൽ സയ്യിദ് ഹസൻ അദ്ദേഹത്തിന് നൽകിയ സമ്മാനം 14 തിരുകേശങ്ങളായിരുന്നു. ബഖ്ജൂർ അർഹമായ ആദരവോടെ അത് സ്വീകരിച്ചു സൂക്ഷിച്ചെങ്കിലും പിന്നീട് ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചു. ഇതെങ്ങനെ തിരുകേശമാവും? അദ്ദേഹത്തിലെ കുടുംബത്തിന് ആരുടെയെങ്കിലും ആയിരിക്കും. ഈ വിവരം അറിഞ്ഞ സയ്യിദ് ഹസൻ ബഖ്ജൂറിനെ സമീപിച്ച് താൻ നൽകിയ സമ്മാനം തിരികെ ആവശ്യപ്പെട്ടു. സമ്മാനം തിരികെ നൽകിയപ്പോ തീ കത്തിക്കുന്ന ഒരു ഉരക്കല്ല് കൂടി ആവശ്യപ്പെട്ടു. ഉരക്കല്ല് ഹാജരാക്കി. തിരുകേശങ്ങൾ ഉരക്കല്ലിൽ വെച്ച് അഗ്നിക്കിരയാക്കി. അത്ഭുതം, ഒരു കേശം പോലും കത്തിയില്ല. ബഖ്ജൂർ പൊട്ടിക്കരഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചു, മാപ്പപേക്ഷിച്ചു. ഞങ്ങളുടെ ചെയ്തികളുടെ പേരിൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഞങ്ങൾ ലജ്ജിക്കുന്നു. പിന്നീട് അമിതമായി ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ ബഹുമാനിച്ചു. കുതിരപ്പുറത്ത് കയറിയപ്പോ അദ്ദേഹത്തിന്റെ കാൽ പിടിച്ചു ചുംബിക്കുക വരെ ചെയ്തു. താരിഖുൽ ഇസ്ലാം ദഹബി വാള്യം 27 പേജ് 407 ഈ മുടി കത്തിച്ച സംഭവം തിരുകേശ മഹത്ത വർത്തമാനം എന്ന പുസ്തകത്തിൽ AP അബൂബക്കർ മുസ്ലിയാർ അവതാരിക എഴുതിയ പുസ്തകത്തിൽ നിന്നുകൊണ്ട് ഉദ്ധരിച്ചതാണ്. ഇനി മറ്റൊരു സംഭവം. ഇത് പൂങ്കാവനമാണ്. ഇന്റർസിറ്റി ആർക്കേഡ് നിയർ മർക്കസ് കോംപ്ലക്സ്. അവിടെ നിന്നുകൊണ്ട് പുറത്തിറങ്ങുന്ന അതിൽ പി ഹക്കീം സഅദി എന്ന് പേര് വെച്ചുകൊണ്ട് എഴുതിയതായ ലേഖനത്തിൽ കാണാം. ഹസ്രത്ത് ഇബ്നുൽ അദീം റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ കേശവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഇങ്ങനെ സംഗ്രഹിക്കാം. ഇബ്നു അബി ത്വാഹിറുൽ അലവി റളിയല്ലാഹു തആല അൻഹു എന്ന മഹാന്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 14 പുണ്യകേശങ്ങൾ ഉണ്ടായിരുന്നു. അക്കാലത്ത് ഹലബ് പ്രദേശം ഭരിച്ചിരുന്ന അമീർ അലവികളെ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബത്തെ വല്ലാതെ സ്നേഹിക്കുന്നവനും നല്ലൊരു ഉദാരമതിയുമാണെന്നറിഞ്ഞതിനാൽ ഇബ്നു അബി ത്വാഹിർ റളിയല്ലാഹു തആല അൻഹു അമീറിനെ സന്ദർശിച്ചു. സന്ദർശനത്തിനിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ കേശങ്ങൾ അദ്ദേഹം അമീറിന് കാഴ്ചവെച്ചു. പ്രവാചക സ്നേഹിയായ അമീർ അദ്ദേഹത്തിന് ഇതിന്റെ പേരിൽ നല്ല പാരിതോഷികങ്ങൾ നൽകി സന്തോഷത്തോടെ യാത്രയാക്കി. ഖേദകരമെന്ന് പറയട്ടെ, ഏതാനും മാസങ്ങൾക്ക് ശേഷം അമീറിനെ വീണ്ടും കാണാനായപ്പോ മഹാനവർകളെ പരിഗണിച്ചതേ ഇല്ല. തന്നെ കണ്ടപാടെ അമീർ മുഖം തിരിക്കുകയാണുണ്ടായത്. ഇബ്നു അബി ത്വാഹിർ റളിയല്ലാഹു തആല അൻഹു കാരണം അന്വേഷിച്ചപ്പോ അമീർ നീരസത്തോടെ പറഞ്ഞു, താങ്കൾ മുമ്പ് എനിക്ക് സമ്മാനിച്ച കേശങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ലെന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. താങ്കൾ എന്നെ പറ്റിക്കുകയായിരുന്നുവല്ലോ. മഹാനവർകൾ അല്പസമയം നിശബ്ദനായി. പ്രസ്തുത കേശങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് തന്നെയാണെന്ന് അമീറിന് ബോധ്യപ്പെടുത്തിക്കൊണ്ടേ പറ്റൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം അമീറിനോട് പ്രസ്തുത കേശങ്ങൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് അമീർ അടക്കം എല്ലാവരും നോക്കി നിൽക്കെ മഹാനവർകൾ ആ വിശുദ്ധ കേശങ്ങൾ തീയിലേക്ക് എറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ് മുടിയെങ്കിൽ അതിനെ തീ സ്പർശിക്കുകയില്ലെന്നുറപ്പാണല്ലോ
ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് മഹാനവർകൾ അങ്ങനെ ചെയ്തത്. എന്തൊരത്ഭുതം! തീയിൽ വീണ ആ വിശുദ്ധ കേശങ്ങളെ തീ സ്പർശിച്ചതേയില്ല. അത് കരിഞ്ഞില്ലെന്ന് മാത്രമല്ല, കൂടുതൽ ശോഭയോടെ വെട്ടിത്തിളങ്ങുകയും ചെയ്തു. അമീറിന് തന്റെ തെറ്റുബോധ്യമായി. പ്രസ്തുത കേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് തന്നെയാണെന്ന് അമീറിനും സദസ്യർക്കും സംശയലേശമന്യേ ബോധ്യപ്പെടുകയും അദ്ദേഹം അത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഹസ്രത്ത് അബൂ താഹിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പാദങ്ങൾ ചുംബിക്കുകയും അദ്ദേഹത്തോട് തെറ്റിദ്ധരിപ്പിച്ചതിൽ മാപ്പപേക്ഷിക്കുകയും ധാരാളം സമ്മാനങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്തു. നസീമുർ റിയാദ് ഉദ്ധരിക്കുകയാണ്, പൂങ്കാവനം ഫെബ്രുവരി 11 പൂങ്കാവനം. ഇനി മറ്റൊന്നുകൂടി, സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തന്നെ പ്രിന്ററും പബ്ലിഷറുമായ സുന്നി വോയിസ് ലക്കം 1 വാല്യം 20 2000 മെയ് 16 മുതൽ 31 വരെയുള്ള ആ ലക്കത്തിൽ വളരെ വ്യക്തമായിക്കൊണ്ട് അതിന്റെ 14-ാം പേജിൽ കാണാം. അന്നു രാത്രി ഹസ്രത്ത് ബാലിലേക്ക്, അതായത് ഔറംഗസീബിന്റെ കയ്യിൽ വെച്ചുകൊണ്ട് ഇന്ന് കശ്മീരിൽ നിലകൊള്ളുന്ന മുടിയെക്കുറിച്ച് കൊണ്ട് തന്നെയാണ് ചർച്ച. അങ്ങനെ ഹാജായ കൊട്ടാരത്തിൽ ഹാജരാക്കാൻ ഔറംഗസീബ് ഉത്തരവിട്ടു. അദ്ദേഹം കൊട്ടാരത്തിൽ ഹാജരായി. ഈ പുണ്യകേശം കൊട്ടാരത്തിലെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ പരിശോധനയ്ക്ക് വെച്ചു. പണ്ഡിതന്മാർ പുണ്യകേശത്തിന്റെ യാഥാർത്ഥ്യം സ്ഥിരീകരിച്ചു. എങ്കിലും ഔറംഗസീബ് മറ്റു പരിശോധനകളിൽ ഏർപ്പെട്ടു. റസൂലിന്റെ പുണ്യകേശം അദ്ദേഹം സൂര്യപ്രകാശത്തിന് അഭിമുഖമായി വെച്ചു. മറ്റു വസ്തുക്കൾക്ക് ഉണ്ടാകുന്നത് പോലുള്ള നിഴൽ ഇതിന് ദൃശ്യമായില്ല. പിന്നീട് അദ്ദേഹം പുണ്യകേശം തീയിൽ കാണിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, തീ അതിനെ സ്പർശിക്കുക പോലും ചെയ്തില്ല. പിന്നീട് മധുരം പുരട്ടി ഒരു കടലാസിൽ വെച്ചു. ഒരു ചെറുകീടം പോലും അതിനടുത്തേക്ക് വന്നില്ല. ഇതിൽ ആശ്ചര്യവാനായ ഔറംഗസീബ് ഇത് അജ്മീർ ഷെരീഫിൽ സൂക്ഷിക്കാൻ ഉത്തരവിട്ടു. അന്ന് രാത്രി ഔറംഗസീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദർശനമുണ്ടായി ആ പുണ്യകേശം ഹാജായെ തന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ഇരിക്കട്ടെ, ഇങ്ങനെ ഞാൻ വായിച്ചു. 3 ഉദ്ധരണികൾ, 3ഉം കാന്തപുരം തന്നെ അംഗീകരിച്ചതാണ്. മറ്റാരെങ്കിലും പറഞ്ഞാൽ അത് നവീനവാദമായി കൊണ്ട് ഉന്നയിച്ചുകൊണ്ട് നടക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. കാരണം ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു തആല അൻഹു തന്റെ ഖസായിസിൽ പറഞ്ഞ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് മഹാനവർകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും വർദ്ധിപ്പിച്ചു നൽകുമാറാവട്ടെ.